ഹലോ ഡിയേഴ്സ്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇനി അങ്ങോട്ട് പഠിച്ചിട്ട് 40-ൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ സാധിച്ചാലോ? അടിപൊളിയല്ലേ? അത്തരത്തിലുള്ള ഒരു കിടിലൻ സ്ട്രാറ്റജിയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ ഒരുപാട് ചങ്കുകൾ ഉണ്ടാവും. സാറേ 40 വേണ്ട, ഒന്ന് പാസ്സായാൽ മതി എന്ന് പറയുന്നവർ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീഡിയോ അവിടുന്ന് കാണാതെ മുഴുവനായിട്ട് കാണാനുള്ള ഒരു ക്ഷമ കാണിക്കണം. അങ്ങനെ മുഴുവനായിട്ട് കാണുമ്പോൾ സോ വീഡിയോ മുഴുവനായിട്ട് കണ്ടാലാണ് നിങ്ങൾക്ക് ആ ഒരു സ്ട്രാറ്റജി കൃത്യമായിട്ട് ഇതിനകത്ത് പഠിച്ചു കഴിഞ്ഞാലാണ് 40-ൽ കൂടുതൽ മാർക്ക് ലഭിക്കുക. ഒന്ന്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇതിനകത്ത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. എന്തായാലും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഡിഗ്രി ഓർഡർ കാണാനാണ്. അപ്പോൾ ഡിയുടെ കാലിൽ വലിയ സംഖ്യ, അതാണ് ഓർഡർ. അതാണ് 3 ആണ്. ഇപ്പോൾ ഇവിടെ D2 ഉണ്ട്, D3 ഉണ്ട്. അപ്പോൾ D3 ആണ് വലിയ സംഖ്യ, അപ്പോൾ അതാണ് ഓർഡർ. ഇനി ആ ഡിയുടെ കോട്ടിട്ടിട്ട് പുറത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കുക. പുറത്തൊന്നുമില്ല, അപ്പോൾ അതാണ് ഡിഗ്രി 1 ആണ്. താഴെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഡിയുടെ കാലിൽ വലിയ സംഖ്യ 2 ആണ്, നമുക്കറിയാം D2. പക്ഷേ അതിൻ്റെ പുറത്ത് കോട്ടിട്ടിട്ട് ഒരു 3 ഇല്ലേ? അപ്പോൾ ഡിഗ്രി 3 ആണ്. അപ്പോൾ കോട്ടിട്ടിട്ട് ഇവിടെ ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് 1 എന്ന് പറഞ്ഞ ഡിഗ്രി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഓർഡർ 2ഉം, രണ്ടാമത്തെ കേസിൽ ഓർഡർ 2ഉം ഡിഗ്രി 3ഉം ആണ്. ഈ കേസുകൾ ഡിഗ്രി 3ഉം 4ഉം നമ്മൾ നമ്പർ ഇവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇതിനകത്ത് ഒരു ഡിഫറൻസ് എന്താണ് വരുന്നത് എന്നുള്ള രീതിയിൽ. സൈൻ ഓഫ് എന്ന് പറഞ്ഞ് വരുമ്പോൾ അതിനകത്ത് ഡിഗ്രി എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു സൈൻ എക്സ്, കോസെക്സ് ഒക്കെ വരുമ്പോഴുള്ള വ്യത്യാസം ഇതിനകത്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനകത്ത് വീഡിയോ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യാം. അപ്പം നമ്മൾ നേരെ ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത്, ഇതിലൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ. കോസ് ഇൻവേഴ്സ് മൈനസ് ഹാഫ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ട്രിക്ക് ഞാൻ പറയാം. അത് മാത്രമല്ല, എല്ലാം പഠിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് പറയുന്ന ക്വസ്റ്റനുകൾ എന്ന് പറഞ്ഞാൽ $1 ബില്യൺ ക്വസ്റ്റനുകളാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ഓരോ ക്വസ്റ്റനും ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പോയിട്ട് അത് പഠിക്കണം. കാരണം ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തിരിക്കേണ്ട, എല്ലാം പഠിച്ച ആളുകളും അതുപോലെ തന്നെ ഇപ്പം പഠിക്കാൻ തുടങ്ങിയ ആളുകൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പം നമ്മൾ 2 കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു. ഇപ്പം ട്രിഗ്നോമെട്രി, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്ന് കണ്ടിട്ട് നിങ്ങൾ പേടിച്ചോടണ്ട, വളരെ സിമ്പിളാണെന്നേ. നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ അറിയില്ലേ? പണ്ട് നിങ്ങൾ +1 പഠിച്ചതല്ലേ? സൈൻ എപ്പോഴാണ് ഹാഫ് ആവുന്നത്? π/6. അപ്പോൾ 1/√2 π/4. അപ്പോൾ ഈ √3/2 അങ്ങനെ ഇത് റിവേഴ്സ് ചെയ്ത് പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഇതിനകത്ത് സൈൻ ഇൻവേഴ്സ് ഹാഫ് എപ്പോഴാണ് വരിക നോക്കൂ നിങ്ങൾ. ഹാഫ് എപ്പോഴാണ് സൈന് വരുന്നത്? π/6 ആകുമ്പോഴാണ്, അതായത് സൈൻ 30-ൽ. അപ്പോൾ π/6 ആണ് അതിൻ്റെ ആൻസർ. ഇനി മൈനസ് ഹാഫ് ആകുമ്പോൾ എന്താ, നിങ്ങൾ ആ -π/6 എന്ന് എഴുതിയാൽ മതി. സൈനിനും ടാനിനും അങ്ങനെയാണ്, അതിൻ്റെ ഉള്ളിൽ മൈനസ് വന്നാൽ അത് പുറത്ത് ആ ഒരു മൈനസ് ആയിട്ട് വരും. പക്ഷേ കോസിന് അങ്ങനെയല്ല. കോസിന് ഹാഫ് എപ്പോഴാണ് വരിക? കോസ് ഇൻവേഴ്സ് ഇതിൻ്റെ വാല്യൂ നിങ്ങൾ നോക്കി, അതിനൊരു ട്രിക്ക് ഉണ്ട്. കോസ് ഇൻവേഴ്സ് ഹാഫ് എപ്പോഴാണ് വരിക? കോസിന് ഹാഫ് എപ്പോഴാണ് വരിക? π/3ലാണ്. കോസിൻ്റെ ഹാഫ് കണ്ട് π/3ലാണ്. പക്ഷേ അവിടെ മൈനസ് ഹാഫാണ്. അപ്പം നമ്മൾ മൈനസ് പുറത്തിട്ട് കൊടുക്കാൻ പറ്റില്ല. -π/3 അല്ല, π-π/3 എന്ന് പറഞ്ഞിട്ട് ചെയ്യണം. എന്നിട്ട് ഈ 3 ഉണ്ടല്ലോ, ഇതായിട്ട് ഗുണിക്കണം. 3π -π അവിടെ ഉണ്ട്. ഈ 3നെ കോമൺ ആക്കണം, ഉണ്ടാക്കും. എന്നിട്ട് 3πന്ന് π കുറച്ചാൽ എന്താ? 2π. അപ്പോൾ 2π/3 ആണ് ആൻസർ. അപ്പം നമ്മൾ നേരത്തെ അവിടെ 4 എന്ന് ചെയ്തിരുന്നു. ഇത് 5ാമത്തെ. നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സ് അങ്ങ് കര കവിഞ്ഞൊഴുകണം. കാരണം അതിനകത്ത് ചാലിയാർ പുഴ കര കവിഞ്ഞൊഴുകി എന്നൊക്കെ പറയുന്ന പോലെ കമൻറ്റ് ബോക്സ് അങ്ങ് ഒഴുകി കഴിഞ്ഞാലേ ഇതിനകത്ത് നമുക്ക് ഓരോ 16 ഇതുണ്ട്, ക്വസ്റ്റ്യൻ ഉണ്ട്. 16ൻ്റെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് ഓരോന്നും വീഡിയോ ആക്കിയിട്ട് ഇന്നും നാളെയൊക്കെ ആയിട്ട് നമുക്ക് കമൻറ്റ് ബോക്സ് നിങ്ങൾ അതിനകത്ത് ഒരു സപ്പോർട്ട് വരികയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ 5ാമത്തെ ഇതിനകത്ത് ഞാൻ കോസ് ഇൻവേഴ്സ് -√3/2 ആണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും വരിക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ടാൻ വരികയാണെങ്കിൽ എന്താണെന്നറിയോ? അപ്പോൾ ടാൻ ഇൻവേഴ്സ് -√3 വന്നെന്ന് വിചാരിക്കുക. അപ്പോൾ ടാൻ നമുക്കറിയാം √3 വരുമ്പോൾ എന്താ വരിക? π/3 ആണ്. പ്ലസ് ആയിട്ട് അങ്ങനെ വന്നേനെ. പക്ഷേ മൈനസ് വരുമ്പോൾ എന്ത് ചെയ്യുക? മൈനസ് സൈന് പോലെ പുറത്തിട്ട് കൊടുക്കുക, -π/3. അപ്പോൾ ടാൻ്റെ സംഭവം എളുപ്പമാണ്. പക്ഷേ കോസിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യണം? π- എന്ന് പറഞ്ഞിട്ട് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു കമൻറ്റ് ബോക്സിൽ ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റനൊക്കെ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഇട്ടേച്ച് പോകരുത്. എളുപ്പമുള്ള ക്വസ്റ്റനുകൾ ഇനി ഒരുപാട് വരുന്നുണ്ട്, ട്രിക്ക് കാര്യങ്ങളൊക്കെ പറയാം. കമൻറ്റ് ബോക്സ് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് തന്നാൽ, കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ട് വേണം. ഇനിയിപ്പോൾ നാളെ ഇതിൻ്റെ എല്ലാം 16 ക്വസ്റ്റൻ്റെയും ഇതിനകത്ത് സൊല്യൂഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എത്രമാത്രം എഫേർട്ട് ഉണ്ടെന്നറിയോ? അപ്പോൾ നിങ്ങൾ അതിനകത്തൊരു സപ്പോർട്ട് നമുക്ക് ഇട്ടില്ലെങ്കിൽ നമ്മളതിനകത്ത് ചെയ്യുന്നതിന് നമുക്കൊരു മോട്ടിവേഷൻ എനർജി വേണ്ടേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കമൻറ്റ് ബോക്സ്. നിങ്ങളതിനകത്ത് കമൻറ്റ് ബോക്സ് അങ്ങ് നിറഞ്ഞ് കവിഞ്ഞ് അങ്ങ് ഒഴുകി കഴിഞ്ഞാണ്ടല്ലോ, വീഡിയോസും അതിനനുസരിച്ച് നമ്മൾ ഇന്നും നാളെയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു 16 ക്വസ്റ്റ്യനും അടിപൊളിയായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്യും. സോ ഇവിടെ റിലേഷൻ ആൻഡ് ഫംഗ്ഷന് ഇതിനകത്ത് സിമ്മട്രിക്, റിഫ്ലക്സീവ്, ട്രാൻസിറ്റീവ് നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാൻ അറിയുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതിന് ഞാൻ നമ്പർ 8 ഇടുന്നുണ്ട്. കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ. കമൻറ്റിൽ 8 എന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കും ഇതിൻ്റെ ആണ് സിമ്മട്രിക്. അത് നിങ്ങൾ ചെയ്യുക. ഇത് എളുപ്പമുള്ള ക്വസ്റ്റൻ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ കണ്ടീഷൻ എക്സിനൊരു ഇതിൽ നിന്നിപ്പോൾ ഏതെങ്കിലും ഒന്ന് എടുക്കുക. എന്നിട്ട് y എന്താവുമെന്ന് അറിയോ? അതിൻ്റെ 2x ഡബിൾ എടുത്തിട്ട് ഒന്ന് കുറയ്ക്കുക.
അപ്പോൾ അങ്ങനെ പെയർ ഉണ്ടാക്കണം. എന്നിട്ട് അതിൻ്റെ ഡൊമൈൻ റേഞ്ച് എഴുതണം. എന്നിട്ട് അതിന് പിന്നെ നിങ്ങൾ അതിനകത്ത് റിഫ്ലക്സീവ് ആണോ സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്ത് എഴുതണം. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ സൊല്യൂഷന് നമ്മളിപ്പം ക്വസ്റ്റ്യൻ നിങ്ങൾ കാണാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക അറിയുന്ന ആളുകളാണെങ്കിൽ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് നമ്മൾ ആ ഒരു രീതിക്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ എത്രത്തോളം ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഇതിൻ്റെ വീഡിയോകൾ ചെയ്യാം. ദെൻ ബൈജക്റ്റീവ് നിങ്ങൾ ചെക്ക് ചെയ്യാനുണ്ടാവും, 1112 ചെക്ക് ചെയ്യാനുള്ളത്. ദെൻ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിലും നിങ്ങൾ പേടിച്ച് പോകേണ്ട, അത്യാവശ്യം മാർക്ക് വീഴുള്ള മറ്റ് ക്വസ്റ്റ്യനുകൾ ഏരിയാസ് വരുന്നുണ്ട്. അപ്പോൾ 1112 എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇതൊരു ക്വസ്റ്റ്യനാണ്, ഇത് വേറെ ക്വസ്റ്റ്യൻ ആട്ടോ. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ പറയാം. ഇതൊരു ഇൻവേർട്ടിബിൾ എന്ന് പറഞ്ഞാൽ 1112 ചെക്ക് ചെയ്യാനുള്ളതാണ്. ഇതും മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഇത് അതിൻ്റെ വേറെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ 4 ക്വസ്റ്റ്യനുകൾ വന്നു. അപ്പോൾ നാലാമത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു. പിന്നെ ഇവിടെ അതിൻ്റെ ടൈപ്പിലുള്ളതുണ്ട്, അതിൻ്റെ ടൈപ്പിലുള്ളതുണ്ട്, പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒക്കെ 1112 ചെക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ബൈജക്റ്റീവ് എന്നുണ്ടാവും, അല്ലെങ്കിൽ ഇൻവേർട്ടിബിൾ എന്നുണ്ടാവും. പിന്നെ കോമ്പോസിഷൻ കാണാനുള്ള ഇതും നിങ്ങൾക്ക് അറിയുണ്ടാവും, ഫോഗ് ഗോഫൊക്കെ കാണാൻ നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇതിന്ന് ചിലപ്പം ചെറിയ ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ വരാം. പക്ഷേ നിങ്ങളിതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാണ്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ അങ്ങനെയല്ല, നിങ്ങൾ ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ മാട്രിക്സ് സമോ സിമെട്രിക് സ്ക്യൂ സിമെട്രിക്ക് 3 മാർക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ എത്രയായി, നേരത്തെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ പ്രിൻസിപ്പൽ വാല്യൂ കാണാൻ 1 മാർക്ക്, ഓർഡർ കാണാൻ അങ്ങനെ 2 മാർക്ക്, പിന്നെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയ 7 മാർക്ക്, അപ്പോൾ 9 മാർക്കായി. പിന്നെ ഇതെന്തായാലും ചെയ്യാൻ പറ്റും, 3 മാർക്കും ഇവിടെ 6 മാർക്കും ഉണ്ട്. അപ്പോൾ 18 മാർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു, മാട്രിക്സ് മെത്തേഡ് സോൾവ് ചെയ്യാൻ. അതിനകത്ത് മാട്രിക്സ് മെത്തേഡിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ട്രിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാട്രിക്സിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാനുള്ള ഒരു ട്രിക്ക്, അതിൻ്റെ കാര്യം ഞാൻ പറയാം. എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട്, ഇത് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനുള്ളതാണ്, അത് നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ എത്രയായി, അവിടുന്ന് 18 ആയിരുന്നു, ഇവിടുന്ന് ഒരു 3 മാർക്ക് ഈ ഒരു രീതിയിൽ വരാം. അപ്പോൾ എത്രയായി, 18 3 21ഓളം മാർക്ക് നിങ്ങൾക്ക് കിട്ടി. ദെൻ ഇനി ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, മാട്രിക്സിൽ നിങ്ങൾക്ക് ചിലപ്പം ഒരുപാട് എത്ര അറിയുന്ന ആളുകൾക്കും എന്ത് ചെയ്യും, മിസ്റ്റേക്ക് വരുത്തും. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് കാരണം നിങ്ങളെ മാർക്ക് പോകും. പക്ഷേ മിസ്റ്റേക്ക് വരാതിരിക്കാനുള്ള ഒരു അടിപൊളി ട്രിക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കാണുക. കാരണം 1 മിനിറ്റ് കൊണ്ട് തന്നെ മാട്രിക്സിൻ്റെ എ ഇൻവേഴ്സ് വരെ നിങ്ങൾക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിച്ച് വെച്ചാണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് മൈനറോ കോഫാക്ടറോ എടുക്കുമ്പോൾ എവിടെയെങ്കിലും റോയോ കോളോ തെറ്റിയാലോ മൈനസ് മാറിയാലോ ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് 1 മിനിറ്റ് കൊണ്ട് കണ്ടുപിടിച്ച് വെക്കാനുള്ളൊരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ട, പക്ഷേ കണ്ടുപിടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മാർക്ക് മാട്രിക്സിൽ പോകില്ല. അപ്പോൾ അതിനുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് വലിയ രീതിയിൽ വ്യൂസ് വന്നില്ല, പക്ഷേ അതൊരു കിഡിലെ നിങ്ങൾക്ക് +2 6 മാർക്ക് നിങ്ങളെ രക്ഷിക്കുന്ന ഒരു മാർക്ക് തന്നെ ആയിരിക്കും. ആ ഒരു വീഡിയോ നിങ്ങൾ പോയിട്ട് കണ്ടു നോക്കുക, അതിലെ ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാണ്ട് മൈനർ കണ്ട്, അഡ്ജോയിൻറ്റ് കണ്ട്, കോഫാക്ടർ കണ്ട്, ഡിറ്റർമിനൻ്റ് ഒക്കെ കണ്ടു വരുമ്പോൾ എവിടെയെങ്കിലും തെറ്റിയാൽ പിന്നെ എത്ര ടൈം പോയി എന്നറിയോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ പിന്നീട് ഇതിനകത്തേക്ക് കണ്ടിന്യൂറ്റി പലർക്കും ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നും, പക്ഷേ എളുപ്പമാണെന്നേ. കണ്ടിന്യൂറ്റിയിൽ എയും ബിയും ഒക്കെ കണ്ടുപിടിക്കാനും കെ കണ്ടുപിടിക്കാനൊക്കെ നിങ്ങളൊന്ന് മനസ്സിരുത്തി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. എന്തായാലും 3 മാർക്കായി. അപ്പോൾ അവിടെ 18ഉം അവിടുത്തെ 21ഉം 24 മാർക്ക് ഇപ്പോൾ ഏകദേശം ഇവിടെ നിന്ന് കിട്ടി ഈ ഒരു കാര്യങ്ങൾ. പക്ഷേ ഇനി അങ്ങോട്ട് അതിനേക്കാൾ എളുപ്പമാണ് ചില കാര്യങ്ങളൊക്കെ. വെക്റ്റർ പലരും പറയും എളുപ്പമാണ്, പക്ഷേ വെക്റ്ററിൽ എന്താണെന്നറിയോ, ചിലപ്പം ചില ക്വസ്റ്റ്യനുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് തെറ്റ് പറ്റിയാലേ ക്രോസും ഡോട്ടും അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് മിസ്റ്റേക്ക് വരാം. അപ്പോൾ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും കൃത്യമായി മനസ്സിലാക്കുക. ഇതിപ്പം AB BC എന്നുള്ള രീതിയിൽ പോയിന്റ് കണ്ടുപിടിച്ചാൽ അത് മൈനസ് ചെയ്യാനാണ്. 4ന്ന് 2 കുറച്ച് അങ്ങനെ ഓരോ പോയിന്റുകൾ IJ കിട്ടും, ഒരു വെക്റ്റർ കിട്ടും, അടുത്ത വെക്റ്റർ അതേപോലെ BC കിട്ടും. പിന്നെ യൂണിറ്റ് വെക്റ്റർ കാണാൻ പറഞ്ഞാൽ ആ വെക്റ്ററിനെ അതിനെ മോഡേറ്റ്, അതിൻ്റെ റൂട്ട് എടുത്തിട്ട് മോഡേറ്റ് ഡിവൈഡ് ചെയ്യലാണ്, സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലിട്ടിട്ട്. പിന്നെ ഇവിടെ എയും ബിയും കാണാൻ, A+B കാണാൻ, യൂണിറ്റ് വെക്റ്റർ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ എന്ത് ചെയ്യണം, A+B കണ്ടെത്തിൻ്റെ മോഡേറ്റ് ഡിവൈഡ് ചെയ്യണം. പിന്നെ എയും ബിക്കും പെർപെൻഡിക്കുലർ വെക്റ്റർ കാണാൻ പറഞ്ഞാലും നിങ്ങൾ A×B കണ്ടിട്ട് അതിൻ്റെ മോഡേറ്റ് ഡിവൈഡ് ചെയ്യണം. പിന്നെ A+B A-Bക്ക് പെർപെൻഡിക്കുലർ വെക്റ്റർ കാണാൻ പറഞ്ഞാലും A+B A-B കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ മോഡേറ്റ് ഡിവൈഡ് ചെയ്യണം. ക്രോസ് പ്രൊഡക്റ്റിൻ്റെ മോഡേറ്റല്ല, ക്രോസ് പ്രൊഡക്റ്റ് എടുത്തിട്ട് പിന്നെ ആ കിട്ടിയ വെക്റ്ററിൻ്റെ മോഡേറ്റ് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, വ്യത്യാസം ഇതിനകത്ത് മാറിപ്പോകാൻ പാടില്ല. ഒരൊറ്റ യൂണിറ്റ് വെക്റ്റർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മോഡേറ്റ് അതിനെ ഡിവൈഡ് ചെയ്താൽ മതി. പക്ഷേ A+B കണ്ടിട്ട് പിന്നെ അതിൻ്റെ യൂണിറ്റ് വെക്റ്റർ കാണാൻ അതിൻ്റെ മോഡേറ്റ് ഡിവൈഡ് ചെയ്യണം. പിന്നെ എക്കും ബിക്കും പെർപെൻഡിക്കുലറാന്ന് പറഞ്ഞാൽ A×B കണ്ടിട്ട് പിന്നെ ആ കിട്ടിയ വെക്റ്ററിൻ്റെ മോഡേറ്റ് ചെയ്യണം. A-Bക്കും A+Bക്കും പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ A-Bയും A+Bയും കണ്ടിട്ട് പിന്നെ അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്തിട്ട് കിട്ടുന്ന റിസൾട്ടിൻ്റെ മോഡേറ്റ് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. പിന്നെ ഡയറക്റ്റ് A×B ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ട്രയാങ്കിളിൻ്റെ 3 പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ 2 സൈഡ് കണ്ടിട്ട് അതെന്ത് ചെയ്യണം, ½ × A×B എന്നുള്ള രീതിയിൽ ആ 2 സൈഡുകൾ ചെയ്യണം. പിന്നെ പാരലോഗ്രാമിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 2 വെക്റ്റർ കണ്ടാൽ നിങ്ങൾക്കറിയാം A×B കണ്ടിട്ട് ഇവിടെ മോഡ് എടുക്കണം കേട്ടോ. എപ്പോഴും ട്രയാങ്കിളിൻ്റെ ഏരിയ ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം, മോഡ് A×B ആണ് വരിക.
അപ്പം പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ട് മോഡ് എ ക്രോസ് ബി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ അഡ്ജസൻറ്റ് സൈഡ് കണ്ട് ഹാഫ് മോഡ് എ ക്രോസ് ബി ആണ് അതിനകത്ത് വരിക. പിന്നെ കൊളീനിയാരിറ്റി ചെക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് ആ 3 പോയിന്റുകൾ നിങ്ങൾ മാർക്ക് ചെയ്ത് അതിൻ്റെ ഏരിയ എന്ത് കിട്ടണം, നമുക്ക് അതിനകത്ത് 0 ആയി കിട്ടണം എന്നുള്ളതാണ് അതിൻ്റെ ദെൻ പിന്നെ എ ആൻഡ് ബി, അതിനകത്ത് എ ബി ആംഗിൾ കാണാനാണ്, എ ഡോട്ട് ബി കാണണം. പിന്നെ എ പ്ലസ് ബിയും എ മൈനസ് ബിയും പെർപെൻഡിക്കുലർ ആണെന്ന് കാണുമ്പോൾ അവിടെ യൂണിറ്റ് വെക്ടർ അല്ല, ക്വസ്റ്റ്യൻ മാറിപ്പോരുത്, ഇത് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തിട്ട് 0 എന്ന് കാണിക്കാനുള്ളതാണ്. അപ്പം ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങൾ പറഞ്ഞു കമൻറ്റ് ബോക്സ് നമ്മൾ എന്ത് ചെയ്യണം, സപ്പോർട്ട് വേണം. എന്നാലേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ നാളെയും മറ്റന്നാളും ചെയ്യാന്ന് പറയുമ്പോൾ എത്ര പെട്ടെന്ന് എത്ര എഫേർട്ട് എടുക്കണമെന്ന് അറിയോ. വെറുതെ അങ്ങ് ഇതിനകത്ത് നമുക്ക് സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് ചെയ്യില്ല വീഡിയോ. അപ്പം അതിനകത്ത് അതാണ് ഞാൻ പറയുന്നതിൻ്റെ റീസൺ. നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആവും, നമുക്കും ഹെൽപ്ഫുൾ ആവും. ദെൻ ഇതിനകത്ത് പ്രൊജക്ഷൻ കാണുന്നുണ്ട്, A1B പ്രൊജക്ഷൻ അല്ലെങ്കിൽ B1 എന്ന് ചോദിക്കും. അപ്പോൾ ഒരു വെക്ടർ തന്നിട്ട് അതിൻ്റെ പ്രൊജക്ഷൻ മറ്റ് വെക്ടറിൽ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനകത്ത് 3D ജോമെട്രി, ഡിസ്റ്റൻസ് കാണാനുള്ള ലൈറ്റിൻ്റെ ഇടക്ക്, അതുപോലെ തന്നെ ആംഗിൾ കാണാനുള്ളത് മസ്റ്റായിട്ട് പഠിക്കണം. പിന്നെ കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നിട്ട് അതുപോലെ തന്നെ വേണമെങ്കിൽ വെക്ടർ ഇക്വേഷൻ എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അടുക്കുള്ള ആംഗിൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡിസ്റ്റൻസ് കാണാൻ ചോദിക്കാം. പിന്നെ ഈ രീതിയിൽ ടെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ വരാം. പിന്നെ ഇത് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഇതാ തന്നിരിക്കുന്നു, എന്നിട്ട് ഇതാ ഷോർട്ട് ഡിസ്റ്റൻസ് ആംഗിൾ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 രീതിയിലും വേണമെങ്കിൽ ഇതിന് ചോദിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം. ലീനിയർ പ്രോഗ്രാമിംഗ് നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു, വളരെ 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 ഈസിയാണ്. അപ്പോൾ ഇത്രയുമാണ് വളരെ സിമ്പിളായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ, വലിയ പണിയൊന്നുമില്ല, ഓരോന്നിനും ഓരോ സമയങ്ങളിൽ 1 മണിക്കൂറുകൾ എടുത്തു കഴിഞ്ഞാൽ നാളേക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്ത് അടിപൊളിയായിട്ട് പിന്നെ ഒന്ന് റിവൈസ് ചെയ്ത് വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ ഏരിയ അത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിൽ. അപ്പോൾ ഇപ്പോൾ എത്ര മാർക്കായിട്ടുണ്ടാവും എന്നറിയോ, നമ്മൾ വെക്ടറിന് 7 മാർക്കായി. നേരത്തെ അവിടെ നമ്മൾ പറഞ്ഞപ്പം 21, 24 ആയിരുന്നു, വെക്ടർ 31 ആയിട്ടുണ്ട്. പിന്നെ LPPയുടെ 6, അപ്പം 37 എങ്ങാണ്ട് അവിടെ ആയിട്ടുണ്ട്. പിന്നെ നമ്മളതിനകത്ത് 3D ജോമെട്രിയുടെ അപ്പം 40+ മാർക്ക് അവിടെ നിന്ന് ആയിട്ടുണ്ട്, 3D ജോമെട്രിയുടെ 4 മാർക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ഇതിലോട്ട് നിങ്ങൾ എലിപ്സിൻ്റെ ഏരിയ കാണുന്നത് എളുപ്പമാണ്, അതുമായി ബന്ധപ്പെട്ട് ചെയ്യാം. ആ ഒരു ഇൻ്റഗ്രേഷൻ്റെ ആപ്ലിക്കേഷൻ ചാപ്റ്റർ എളുപ്പമാണ്. പിന്നെ ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷൻ കാണാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, അതും എളുപ്പമാണ്. അല്ലെങ്കിൽ മിനിമം മാക്സിമം ആയിരിക്കാം. പിന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓർ വോളിയം. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. ഇതിൻ്റെയൊക്കെ മറ്റ് സൊല്യൂഷൻസിൻ്റെ ഒക്കെ വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ പറഞ്ഞ പോലെ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനകത്ത് നമ്മൾ പഴയ പാറ്റേൺ അനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ 40+ സ്കോർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇപ്പം പുതിയ പാറ്റേണിൽ ഇനി വലിയ രീതിയിൽ മാറ്റങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്കതിനകത്ത് ഇപ്പം ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും അവസാനം പഠിച്ചു തുടങ്ങിയ ആളുകൾ ഇത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം പഠിക്കേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ മറ്റുള്ളതും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാവുന്നതാണ്. അപ്പം ആ രീതിയിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഇപ്പോൾ മാർക്കും ഗ്യാരണ്ടി ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം ഇത്രയൊക്കെയാണ്. നമുക്ക് അടുത്ത വീഡിയോകളൊക്കെ ആയിട്ട് വരാം. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.